സ്കിന്നിന് ചേരാത്ത ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ബ്രേക്ക് ഔട്ട്സ് ആണ് കേട്ടോ ഇത്. അന്ന് രാത്രി തന്നെ ഞാനൊരു സെറം യൂസ് ചെയ്തിരുന്നേ. പിറ്റേന്ന് ഞാൻ എടുത്ത വീഡിയോ ആണിത്. എൻ്റെ സ്കിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്ന് കാമാക്കിയത് ഈ സെറം ആണ് കേട്ടോ. ഇത് ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് സെറം ആണ്. ഇതെന്റെ ഫേവറേറ്റ് സെറം ആണ് കേട്ടോ. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് ഈ സെറം മസ്റ്റ് ഹാവ് ആണേ. തരി പോലെ കുരുക്കളൊക്കെ ഉള്ളവര് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. സെറം നോൺ സ്റ്റിക്കി ആണ്. ഞാനിത് ഒറ്റ ഡ്രോപ്പ് മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടോ. പ്രോഡക്റ്റ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എന്റെ സ്കിന്നിന് ചേരാത്ത ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ബ്രേക്ക് ഔട്ട്സ് ആണ് കേട്ടോ ഇത്. അന്ന് രാത്രി തന്നെ ഞാനൊരു സെറം യൂസ് ചെയ്തിരുന്നേ. പിറ്റേന്ന് ഞാൻ എടുത്ത വീഡിയോ ആണിത്. എൻ്റെ സ്കിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്ന് കാമാക്കിയത് ഈ സെറം ആണ് കേട്ടോ. ഇത് ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് സെറം ആണ്. ഇതെന്റെ ഫേവറേറ്റ് സെറം ആണ് കേട്ടോ. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് ഈ സെറം മസ്റ്റ് ഹാവ് ആണേ. തരി പോലെ കുരുക്കളൊക്കെ ഉള്ളവര് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. സെറം നോൺ സ്റ്റിക്കി ആണ്. ഞാനിത് ഒറ്റ ഡ്രോപ്പ് മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടോ. പ്രോഡക്റ്റ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. എന്റെ സ്കിന്നിന് ചേരാത്ത ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന ബ്രേക്ക് ഔട്ട്സ് ആണ് കേട്ടോ ഇത്. അന്ന് രാത്രി തന്നെ ഞാനൊരു സെറം യൂസ് ചെയ്തിരുന്നേ. പിറ്റേന്ന് ഞാൻ എടുത്ത വീഡിയോ ആണിത്. എൻ്റെ സ്കിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഒന്ന് കാമാക്കിയത് ഈ സെറം ആണ് കേട്ടോ. ഇത് ഡെർമാക്കോന്റെ 2% സാലിസിലിക് ആസിഡ് സെറം ആണ്. ഇതെന്റെ ഫേവറേറ്റ് സെറം ആണ് കേട്ടോ. ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് ഈ സെറം മസ്റ്റ് ഹാവ് ആണേ. തരി പോലെ കുരുക്കളൊക്കെ ഉള്ളവര് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ പാക്കേജിങ്ങിലാണ് ഇത് വരുന്നത്. ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. സെറം നോൺ സ്റ്റിക്കി ആണ്. ഞാനിത് ഒറ്റ ഡ്രോപ്പ് മോയ്സ്ചറൈസറുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിട്ടോ. പ്രോഡക്റ്റ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം.